നീ തന്നെ ചിന്തിര് അനുമോളാണോ അനീഷാണോ? സത്യസന്ധമായിട്ട് പറ, അനുമോള് കൊടുക്കുന്നില്ലെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ അനുമോളാണോ അനീഷാണോ. എനിക്ക് ഇപ്പോൾ സംസാരിക്കണം, ഞാൻ പോവാണ്. എന്തോ അനുമോളുടെ PR-നെ കുറിച്ചായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബിഗ് ബോസിന് പുറത്ത് ഈ ഒരു വോട്ട് ബാങ്ക് വെച്ച് ഈ PR വെച്ച് നല്ല കളി നടക്കുന്നുണ്ടോ ആ രീതിയിൽ. കാര്യം സാബുമോൻ എന്തുകൊണ്ടാണ് ഇത്രയും വീക്കിൽ നിൽക്കുന്നത്? സാബുമോൻ എന്ത് ചെയ്തിട്ടാണ് ഇത്രയും നിൽക്കുന്നത്? പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല. അനീഷ് എന്ത് ഗെയിമാ ചെയ്തെന്ന് പറയടാ. ഞാൻ പറയാം, അനീഷ് കളിച്ചിരിക്കുന്ന പല ഗെയിമുകളും. എടാ ഇത്രയും ദിവസങ്ങൾ അനീഷ് ഇനിയിപ്പോ തുറക്കുന്നുള്ള ഞാൻ ഈ ഓർത്തെടുക്കണം. ഓർത്താൽ പോലും നിനക്ക് കിട്ടാനുള്ള ഇല്ല എന്ന് അനുമോളുടെ 16 ഞാൻ പറയാം. അനുമോൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ആണും പെണ്ണും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും? കിസ് ചെയ്യും. അനുമോൾ അത്തരത്തില് പല ആളുകളുമായിട്ട് പരിചയമുള്ള ആളുകൾ തന്നെയാണ്. അനുമോൾ ഈ പോയിരിക്കുന്ന എല്ലാ ആൾക്കാരുമായിട്ട് അങ്ങനെയായിരുന്നു. ലവ് ട്രാക്ക് എന്നുള്ള രീതിയിൽ ആരിനെ ജിസേലിനെ കൊണ്ടിടാനെ കൊണ്ട് മാക്സിമം ബിഗ് ബോസ് ശ്രമിച്ചിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ജിസേൽ ഔട്ടായിരിക്കുകയാണ്. ജിസേൽ പുറത്തായി. അങ്ങനെയാണെങ്കിൽ എന്താ ബിഗ് ബോസ് റേറ്റിംഗിന് വേണ്ടി അയാൾ ആ വ്യക്തിയെ നിലനിർത്തണ്ടേ അവിടെ? ഒരു സീസൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സീസൺ കണ്ടപ്പോൾ തോന്നിയിരുന്നു ഇപ്പോഴുള്ള ആൾക്കാരുടെ കൂടെ ഒന്നും വേണ്ടെന്ന്. ചെറിയൊരു കുട്ടി ഫാത്തിമ നിക്കാൻ പറ്റില്ല. ലാലേട്ടനെ ആണെങ്കിൽ തന്നെ ആർക്കും ഒരു ബഹുമാനം ഇല്ലാത്ത പോലെയൊക്കെയാണ്. നമ്മളൊക്കെ ഈ ലാലേട്ടൻ ലക്ഷ്മി ആ പറഞ്ഞത് പ്ലാൻഡ് ആയിട്ട് പക്ക പ്ലാൻഡ് ആയിട്ട് ഷുവറായിട്ടും അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അത് മാറ്റി പറയേണ്ട കാര്യം എന്താണ്? ആ രണ്ട് കുടുംബം ആ ബിഗ് ബോസ് ഹൗസിൽ എൻട്രി ചെയ്തിരുന്നുണ്ടല്ലോ, ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ TRP വന്ന ഒരു മുഹൂർത്തവും ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു മുഹൂർത്തമായിരുന്നു. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ബിഗ് ബോസ് കഫേയിലേക്ക് സ്വാഗതം. അങ്ങനെ ബിഗ് ബോസ് ഇങ്ങനെ കുടുംബിരി കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഫാമിലി വീക്ക് ഒക്കെ കഴിഞ്ഞു. ഷാനവാസിന്റെ ഗെയിമൊക്കെ സത്യത്തിൽ എക്സ്പോസ്ഡ് ആവുകയാണോ, അല്ലെങ്കിൽ ശരിക്കും ഷാനവാസിന്റെ ഒരു ഗെയിം മാറ്റി ചവിട്ടിയതായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? എന്ത് തോന്നുന്നു ഷെവിന്? അതായത് ബിഗ് ബോസ് ആണ് എങ്ങും ചർച്ച, എവിടെ നോക്കിയാലും ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ്. അതെ, താങ്കൾക്ക് ആരാണ് ഫേവറേറ്റ് വല്ലതും ഉണ്ടോ? ഇതുവരെ ഫേവറേറ്റ് ആയിട്ട് അങ്ങനെ ഇല്ല. ഒട്ടുമിക്ക കുറച്ച് ആൾക്കാരുടെ ഗെയിംസ് ചില ദിവസങ്ങൾ ഓരോ എപ്പിസോഡിനനുസരിച്ചിരിക്കും. എല്ലാ ആൾക്കാരും ഹൗസിനകത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഡബിൾ സ്റ്റാൻഡ്. ഇന്നിപ്പോ നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് ഒരു കാര്യത്തെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഇതേ ആൾ തന്നെ മാറ്റി പറയുന്നുണ്ട്. ഫേവറേറ്റ് എന്നുള്ള രീതിയിൽ ഒരാളെ പറയാനും മാത്രം ഇതുവരെ ആയിട്ടില്ല. ചിലപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഒരാൾ ഫേവറേറ്റ് ആയിട്ട് മാറിയേക്കാം. 3 പേരെന്തായാലും ഫൈനൽ 5 ഉണ്ടാവുന്ന ഷുവർ ഷോട്ട് 3 ആൾക്കാർ വരും. 1 അനുമോള്, 2 അനീഷ്, 3 ഷാനവാസ്. കാര്യം ഇവര് 3 പേരുമാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ വോട്ട് ബാങ്ക് ഉള്ള ആൾക്കാർ. അതില് ഷാനവാസിനേക്കാൾ കുറച്ചുകൂടി ഒരു പടി മുകളിൽ നിൽക്കുന്ന അനീഷ്, അതിന്റെ ഏറ്റവും ടോപ്പില് അനുമോളാണ്. അപ്പൊ അനുമോളാണ് കപ്പ്. അനുമോൾക്ക് ഒരു കപ്പ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഏതാണ്ട് ഷോ പുറത്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അനുമോള് അവിടെ ചെയ്ത് കൂട്ടുന്ന പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾക്ക് എതിരഭിപ്രായങ്ങൾ ഉള്ളതാണെങ്കിൽ പോലും അതിനെ പോലും ചിലപ്പോൾ കണ്ടുവന്നിരിക്കുന്ന ഏതൊരാൾക്കും കുട്ടി ചെയ്തത് തെറ്റാണ് എന്ന് തന്നെ നമുക്ക് പല ആളുകൾക്കും തോന്നാം. പക്ഷെ അതിനെ പോലും അനുമോളുടെ പുറത്തുള്ള PR വർക്കും ഭയങ്കരമായിട്ട് മാസമായിട്ടുള്ള ഈ ഒരു PR വർക്ക് കാരണം അതിനൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് മാറ്റുമ്പോഴത്തേക്കിന് അത് കണ്ടിട്ട് ആൾക്കാർ മാനിപ്പുലേറ്റഡ്. PR വർക്ക് ഇല്ലാത്ത ആരെങ്കിലും ബിഗ് ബോസിലുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? PR ഞാൻ ഇവിടെ അനുമോളുടെ PR എന്ന് എടുത്തു പറഞ്ഞതിന്റെ മെയിൻ റീസൺ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ അനുമോളുടെ PR ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹൗസിനകത്ത് ഒരു ഗെയിം നടക്കുന്നുണ്ട്, ഹൗസിന് പുറത്ത് ഒരു ഗെയിം നടക്കുന്നുണ്ട്. അതിൽ പുറത്ത് വെച്ച് ഈ PR നടത്തുന്ന ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കണ്ടസ്റ്റൻസിനെ ആണെങ്കിൽ അടിച്ചു താക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അനീഷ്. ഇപ്പം അനുമോളുടെ ഫാമിലി ആണെങ്കിൽ പുറത്ത് വന്നിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അനീഷിന്റെ ആർമി ആണെങ്കിൽ ഭയങ്കര മോശമായിട്ട് ചെയ്യുന്നു, അങ്ങനെ പ്രവർത്തിക്കുന്നു. പക്ഷെ ഇവർ തന്നെ ഈ പറഞ്ഞ അനീഷിന്റെ ആർമി പേജ് തന്നെ ആണെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ. ആൻഡ് അനുമോളുടെ കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് ആര് കമന്റ് ഇട്ടാൽ പോലും, ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടാൽ പോലും അനീഷിന്റെ PR ആണ് ഇവർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അനീഷിനെ മോശമാക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് പുറത്തെ PR ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, അതായത് ബിഗ് ബോസ് ആണെങ്കിലും നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ആണെങ്കിലും എന്തിനാണെങ്കിൽ അൾട്ടിമേറ്റ് വേണ്ട സാധനം എന്താണ്? കണ്ടന്റ് ആണ്. അത് കൊടുക്കുന്ന ആരാ? തീർച്ചയായിട്ടും അനുമോൾ തന്നെയാണ്. അനുമോളാണ്. അപ്പൊ പിന്നെ ആരാണ്? അല്ല, ഞാൻ ചോദിക്കുന്നത് കണ്ടന്റ് കൊടുക്കുന്ന ആളാണോ വിജയിക്കേണ്ടത്, അതോ കണ്ടന്റ് കൊടുക്കാതെ ഒരു മൂലക്കിരുന്ന് മറ്റുള്ളവർ കൊടുക്കുന്ന കണ്ടന്റിൽ ഒരു ലേബൽ മാത്രമാകുന്ന ആളാണോ വിജയിക്കേണ്ടത്? കണ്ടന്റ് കൊടുക്കേണ്ട ആളുണ്ടല്ലേ വിജയിക്കേണ്ടത്. പക്ഷേ ഇവിടെ അനുമോൾ മാത്രമല്ല കണ്ടന്റ് കൊടുക്കുന്നത്, പിന്നെ ആരാണ്? ബാക്കിയുള്ള ആളുകളൂടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. എങ്കിലും ബ്രോ തന്നെ സമ്മതിച്ച ഒരു കാര്യമാണ്, അനുമോളാണ് ഉള്ളതിൽ മോസ്റ്റ്
മോസ്റ്റ് എന്നല്ല, അനുമോൾ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ടോപ്പ് മോസ്റ്റ് അനുമോൾ തന്നെയല്ലേ എന്ന് പറയാൻ പറ്റില്ല. കാര്യം ആദ്യ ദിവസങ്ങളിലാണെങ്കിൽ അനുമോൾ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റുകൾ കൊടുത്തിരുന്നു. പക്ഷെ ആ കണ്ടന്റുകളുടെ നിലവാരം കൂടി ആൾക്കാർ ഓഡിറ്റ് ചെയ്യും. അവിടെയാണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. അനുമോളുടെ ഗെയിം എത്രത്തോളം നല്ലതാവും. അല്ല, അനുമോളിന്റെ അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അനുമോളിന്റെ നിലവാര തകർച്ച വന്ന ഒരു കണ്ടന്റ് ഏതാണ് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? ആര്യൻ ജിസേലിന്റെ വിഷയത്തിലാണെങ്കിൽ അവരെങ്ങനെ പരസ്പരം, അനുമോൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ആണും പെണ്ണും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും? കിസ് ചെയ്യും. അനുമോൾ അത്തരത്തില് പല ആളുകളുമായിട്ട് പരിചയമുള്ള ആളുകൾ തന്നെയാണ്. അനുമോൾ ഈ പോയേക്കുന്ന എല്ലാ ആൾക്കാരുമായിട്ട് അങ്ങനെയായിരുന്നു, ഒരിക്കലും അല്ലല്ലോ. അപ്പൊ ആ രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇപ്പൊ അവരങ്ങനെ ചെയ്യോ ചെയ്യാതിരിക്കോ എന്തും ആയിക്കോട്ടെ, ആ ഒരു കാര്യത്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക, അതിനെയാണെങ്കിൽ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ഈ വിഷയം തന്നെ, അതായത് നമ്മുടെ ആ ചുംബന വിഷയം തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. സ്വാഭാവികമായിട്ടും നമ്മൾ രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞാൽ തർക്കത്തിലേക്ക് പോകും. അപ്പൊ നമുക്ക് മൂന്നാമത് ഒരാളും കൂടി അതിന് നമ്മുടെ ഒരു നടുക്കൊരു മോഡറേറ്റർ പോലെ, അല്ലെങ്കിൽ നമ്മുടെ അടി ഉണ്ടാകുമ്പോൾ നമുക്കൊരു തടങ്ങായി നിൽക്കാൻ ഒരാൾ ഉള്ളത് വളരെ നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് ബോസിലെ പഴയൊരു മത്സരാർത്ഥി നമ്മുടെ ജാനകി സുധീർ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ചേച്ചി കമോൺ. ബിഗ് ബോസ് കഫേയിലേക്ക് ഒരു ബിഗ് സ്വാഗതം. താങ്ക് യു. യുദ്ധഭൂമിയിലേക്കാണോ ഞാൻ വന്നു വിട്ടത്? ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? അങ്ങനെ റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യാറില്ല, എന്നാലും കുറച്ചൊക്കെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ സമയം കിട്ടുമ്പോഴത്തേക്കും കുറച്ച്. ബിഗ് ബോസ് ഹൗസിൽ പോകുന്നത് പരസ്പരം ചുംബിക്കാനാണോ? അല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? അല്ലല്ലോ. അതിലൊരു ബിഗ് ബോസ് പറഞ്ഞല്ലോ അങ്ങനെ നടന്നിട്ടില്ല. ബിഗ് ബോസ് പറഞ്ഞു, ലാലേട്ടൻ പറഞ്ഞു. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ലാലേട്ടൻ, ബിഗ് ബോസിനേക്കാൾ കൂടുതൽ നമ്മൾ ബഹുമാനിക്കുന്ന ലാലേട്ടനാണല്ലോ ബിഗ് ബോസിന്റെ മുഖം എത്രയാണെന്ന് പറഞ്ഞാലും. ലാലേട്ടൻ പറഞ്ഞിട്ട് പോലും ഒരടി പിന്നോട്ട് പോകാതെ അനുമോൾ ഞാൻ കണ്ടു എന്ന് തർപ്പിച്ചു പറഞ്ഞാൽ എന്റെ എന്തെങ്കിലും യാഥാർത്ഥ്യമല്ലേ? നമ്മളിപ്പം ഒരാളുടെ ലൈഫിനെ വലിയ രീതിയിൽ മോശമായിട്ട് ബാധിക്കുന്ന രീതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു, അതെന്റെ നിലപാടെന്ന് പറയുന്നത് അതിനെ അത്ര അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാര്യം ഭയങ്കര മോശമായിട്ട് ഇപ്പം ജിസേലിനാണെങ്കിലും ആര്യനാണെങ്കിലും അവർക്ക് പുറത്തിറങ്ങേണ്ട ഒരു ഭാവി ഉള്ളതാണ്. ഇത്തരത്തിലൊരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഈ ചുംബനത്തിനെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളെ ഒന്നും എതിർക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ചെയ്തിട്ടാണല്ലോ പറഞ്ഞത്. ഇല്ല, ഇതിപ്പോ ഞാൻ വരുമ്പോഴേ നമ്മുടെ ഈ മലയാളത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പുറത്തേക്ക് വരാത്തതും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഇല്ല, അത് നമ്മുടെ കൾച്ചർ കൊണ്ടിട്ടാണ്. പക്ഷെ ബാക്കി ഹിന്ദി അങ്ങനെയുള്ള ഇതിലൊക്കെ ഇതൊക്കെ നടക്കുന്നുണ്ട്, അത് അവര് ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട്, അതിൽ പ്രശ്നമില്ല. പക്ഷെ ഇവിടെ അനുമോൾ ആണെങ്കിലും കണ്ടു എന്ന് പറഞ്ഞതാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല എന്നുള്ളത് ഓക്കെ, ആ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ആക്കിയാണെന്നെങ്കിലും നമുക്ക് പറയാം. പക്ഷെ അതിനുശേഷം അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത് മറ്റേ അതിനോടൊന്നും യോജിപ്പില്ല. അതിനോടൊക്കെ എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ പിന്നെ ആവർത്തിച്ച് ചോദിക്കുന്നത്, അതായത് ലാലേട്ടൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ലാലേട്ടൻ വന്ന്, അതായത് എത്രത്തോളം അപമാനിക്കുക അത്രത്തോളം അപമാനിച്ച് അടിച്ചിരുത്തുക എന്ന് പറയും നമ്മുടെ നാട്ടിൽ. പശ്ചിമനാട്ടിൽ പറഞ്ഞാൽ അനുമോളെ അടിച്ചിരുത്തി താങ്കൾ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടും ഞാൻ കണ്ടു എന്ന് ആവർത്തിച്ച് പറയണമെങ്കിൽ എന്തെങ്കിലും കാണാൻ ഒരാൾ പറയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ലാലേട്ടൻ നമ്മൾ കളിയാക്കിയാലോ? എല്ലാം ഒരാളിപ്പം എന്താണ് ആ ഒരു സൈഡിൽ കൂടി ചിലപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ രീതിയിൽ തോന്നിയതായിരിക്കാം ചിലപ്പോൾ അനുമോള് വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലായിരുന്നല്ലോ, അല്ലേ അവിടെ കിടക്കുന്ന സമയത്ത് എന്തോ അല്ലേ കണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കിയപ്പോൾ പുള്ളിക്കാരിക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം. ഇപ്പൊ ഒരു ഗെയിം ഒക്കെ കാണുമ്പോൾ ഞാൻ ഈ ഒരു ഷോയിൽ അല്ലെങ്കിൽ ഈ ഒരു സീസൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സീസൺ കണ്ടപ്പോൾ തോന്നിയത് ഇപ്പോഴുള്ള ആൾക്കാരുടെ കൂടെ ഒന്നും വേണ്ടെന്ന് തോന്നുന്നുണ്ട്. അന്നൊക്കെ 2-3 വർഷം ഇപ്പൊ മറ്റേ ആ ഒരു ചെറിയൊരു കുട്ടിക്ക് നിക്കാൻ പറ്റില്ല, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. എന്റെ ഇതിലേക്ക് കുറച്ചൊരു മയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അതൊന്നും ഇല്ല. ഇപ്പം ലാലേട്ടനെ ആണെങ്കിൽ തന്നെ ആർക്കും ഒരു ബഹുമാനം ഇല്ലാത്ത പോലെയൊക്കെയാണ്. നമ്മളൊക്കെ അയ്യോ ലാലേട്ടൻ ആ ഒരു സാധനമൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇപ്പം ചേച്ചി പറഞ്ഞോണ്ട് തന്നെ പറയാം, അതായത് നിങ്ങളുടെ സീസണിൽ സത്യം പറഞ്ഞാൽ ഫയർ ഇല്ലാത്ത ആളൊന്നും ഇല്ലായിരുന്നു. റോബിൻ രാധാകൃഷ്ണൻ എന്തായിരുന്നു അതിനേക്കാൾ വലിയ ഫയർ ഇതിന് ശേഷം മുമ്പ് കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും അലറി വിളിക്കുന്ന ഒരു വ്യക്തിയെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതെ. പക്ഷെ ഈ സീസണിൽ അലറി വിളിക്കാതെ തന്നെ വലിയ രീതിയിൽ ഫയർ ഉണ്ടാക്കിയ ഒരാളാണ് ലക്ഷ്മി. തോന്നിയിട്ടുണ്ടോ? ഫയർ ഉണ്ടാക്കിയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? അതായത് ഭയങ്കര ഇമ്പാക്ട് പെട്ടെന്നുണ്ടാക്കി അല്ലെ മറ്റു പല കണ്ടസ്റ്റന്റിനെയും പിന്നോട്ടാക്കി വളരെ വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കി. ഒരു പരിധി വരെ മലയാളി സമൂഹത്തിന്റെ ഒരു 30% സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പല ഒപ്പീനിയൻ പോളും കാണുമ്പോഴും, അതായത് ഈ അനുമോൾ, ലക്ഷ്മി, ആദില നൂറ ഇങ്ങനെ വരുമ്പോൾ ഒരു 30% ഒക്കെ വോട്ട്, അതായത് 160K ഒക്കെ വോട്ട് വന്നതിൽ ഒരു 30% ഒക്കെ ഏകദേശം ലക്ഷ്മിക്ക് കിട്ടും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം,
മലയാളി സമൂഹത്തിന്റെ ഒരു 30% എന്ന് പറയുന്നത് 160 എന്ന് പറയുമ്പോൾ 1,60,000 പേരാണ്. ഒരു 40,000-ഓളം പേർ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് ചെറിയ സംഖ്യയല്ല. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് ഇനിയും കുറച്ച് ദിവസങ്ങളിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈവിൽ കാണിക്കുന്ന പല കാര്യങ്ങളും എപ്പിസോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു സപ്പോർട്ട് എന്താ ഞാൻ ലൈവ് കാണാറില്ല. എന്താണ് താങ്കൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടായിരിക്കും പറയുന്നത്. കഴിഞ്ഞ ദിവസം ലൈവിൽ കണ്ടൊരു കാര്യമായിരുന്നു. അതായത് ഞാൻ വീട്ടിൽ കേട്ടില്ല എന്ന് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ലക്ഷ്മി. ലാലേട്ടൻ ചോദിച്ചിട്ട് പോലും ഇല്ല ആ ഒരൊറ്റ കാര്യത്തിലാണ് ഇത്രയും ഫയറായിട്ട് കയറി വന്നത്. പക്ഷെ ഇതേ ലക്ഷ്മി അതിനുശേഷം നെവിന്റെ അടുത്താണെങ്കിൽ നീ ഇവിടുന്ന് പോകാൻ പാടില്ല, എനിക്ക് നിന്റെ അടുത്ത് അത്ര അറ്റാച്ച്ഡ് ആണെന്നുള്ളതിലൊക്കെ സംസാരിക്കുന്നത്. അത് പോട്ടെ പറയാം, കാരണം നെവിൻ തന്റെ സെക്ഷുവാലിറ്റി ഒന്നും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ആദിലയുടെ അടുത്താണോ നൂറ് അടുത്താണ്, എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിൽ ഒരാളുടെ അടുത്ത് അനിയൊന്ന് ആദിലയുടെ അടുത്ത് തന്നെയാണ് അന്ന് പറയുന്നുണ്ട് എന്റെ വീട്ടിലേക്ക് വരണം എന്ന് തന്നെ പറയുന്നുണ്ട്. ആണ് ലാലേട്ടൻ പറഞ്ഞിട്ടും പതറാതെ നിന്ന ലക്ഷ്മിക്ക് വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ മാറ്റി സംസാരിക്കായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ പിന്നീട് ഇപ്പുറത്തോട്ട് വന്നിട്ട് ഗെയിമിന്റെ ഭാഗമാണ്, അല്ലാതെ പുള്ളിക്കാരി അതിനെ അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു ആ ഒരു സംഭവം അല്ല. ആ ഒരു കമന്റിലൂടെ എന്താണ് ആ ഒരു ഓളം ഉണ്ടാക്കി പുള്ളിക്കാരി അതിൽ കയറിയപ്പോഴത്തേക്കും ആൾക്കാർ ശ്രദ്ധിച്ചു. അങ്ങനെ നിന്ന് ഒരാൾ പറഞ്ഞു. നിങ്ങളിപ്പോ രണ്ടുപേരും കരുതുന്നത് ലക്ഷ്മി ആ പറഞ്ഞത് പ്ലാൻഡ് ആയിട്ട് പക്ക പ്ലാൻഡ് ആയിട്ട് ഷുവറായിട്ടും അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അത് മാറ്റി പറയേണ്ട കാര്യം എന്താണ്? അല്ല മാറ്റി അങ്ങനെ പൂർണ്ണമായിട്ട് പറയാം. ജസ്റ്റ് ഒരു പറഞ്ഞ കാര്യമല്ലോ. ഇത് ലക്ഷ്മിക്കാണെങ്കിൽ എന്തുകൊണ്ട് ഇത് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല ചോദിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ല. എനിക്ക് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല. ഈ സെയിം കാര്യം അവിടുന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്ന പ്രവീൺ പറയുന്നുണ്ടായിരുന്നു ലക്ഷ്മി എടുത്ത് ചോദിക്കുമ്പോൾ ക്ലാരിറ്റി ഇല്ല. ഇതേ ലക്ഷ്മി തന്നെ എനിക്കൊന്ന് 2018 ഒരു FB പോസ്റ്റ് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരികയും ഇതിനകത്ത് വന്നിട്ട് വീണ്ടും ഗെയിമിന്റെ ഭാഗമാണത്. അല്ല അതുപോലെ തന്നെ അപ്പം നിങ്ങൾ ഇത് സംസാരിച്ചത് കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ നിങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നു LGBTQ വിഭാഗത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന രണ്ടുപേരാ അല്ലേ? എല്ലാവരും മനുഷ്യരല്ലേ? അതെ അതെ, ഞാനും സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് പൂർണ്ണമായിട്ടും. പക്ഷെ അവരുടെ കുറെ സംഗതികളൊക്കെ എനിക്ക് ജനറലൈസ് ചെയ്യാൻ പറയുന്നില്ല. വിവാദമായ ഒരു ലെസ്ബിയൻ മൂവി വരെ ഞാൻ ചെയ്തു. അതെ അതെ എനിക്കറിയാം. അല്ല ഇവിടെ എനിക്ക് ഒരു എതിരഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്ലൈൻഡ് ആയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ളതല്ല. ഞാൻ എല്ലാവരെയും കാണുന്നത് മനുഷ്യനായിട്ട് തന്നെയാണ്, ആ രീതിയിലാണ്. പക്ഷേ ഞങ്ങളും ഇവിടെ എന്താ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ആളെയൊക്കെ കാണിക്കാൻ വേണ്ടി ചില ആളുകൾ കോപ്രായം കാണിക്കണം. ഈ അടുത്ത് കൊല്ലത്ത് വെച്ചിട്ട് പ്രൈഡ് എന്ന് പറഞ്ഞിട്ട് അവർ നടു റോഡിൽ കാണിച്ചിരിക്കുന്ന ചില ഭയങ്കര മോശമായിട്ട് അത്തരം കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല. അല്ലാത്ത പക്ഷം മനുഷ്യർ എല്ലാവരും സാധാരണക്കാരാണ്, നമ്മുടെ കൂടെ അവർ ജനിച്ചുപോയി ജീവിച്ചേ പറ്റൂ, അത്രേ ഉള്ളൂ. ആത്മഹത്യ പറ്റിയല്ലോ, മരിക്കുന്നവരെ ജീവിക്കുക എന്നുള്ളതാണ്. അല്ല, ഒരു സെക്സ്വാലിറ്റി പറയാന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്. മറ്റൊരാളുടെ ലൈഫ് കളയാതിരിക്കുന്നതിനേക്കാളും അല്ലേ? നമുക്ക് അത് തന്നെ സംസാരിക്കാം. ലെസ്ബിയൻ മൂവി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ആദില നൂറ ഒരു വലിയൊരു സബ്ജക്റ്റ് ആണ്. ഈ ബിഗ് ബോസ് സീസണിലെ സത്യം പറഞ്ഞാൽ അനുമോൾ, അതുപോലെ ഷാനവാസ്, അനീഷ്, അക്ബർ, ആദില നൂറ, ഈ 5 പേരാണ് എനിക്ക് വലിയ സബ്ജക്റ്റുകളായിട്ട്. ലക്ഷ്മി തീർച്ചയായിട്ടും ആദില നൂറയുടെ കണ്ടന്റ് വെച്ചാണ് സത്യം പറഞ്ഞാൽ കുറെ നാള് ഒരു 2 ആഴ്ചകളോളം ബിഗ് ബോസ് റൺ ചെയ്ത് തന്നെ സത്യം പറഞ്ഞാൽ ആദില നൂറയുടെ കണ്ടന്റ് വെച്ചാണ്. ലെസ്ബിയൻ മൂവി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരുടെ ആ ഒരു ബന്ധത്തെയും അവരെ ജനങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഇപ്പം വന്ന മാറ്റവും മുമ്പുണ്ടായിരുന്ന രീതിയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ കുറച്ചും കൂടി അതിനെ പറ്റിയുള്ള ഒരു എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടിയത് കൊണ്ടിട്ട് ഇപ്പൊ കുറെ മാറ്റം ഉണ്ടല്ലേ. മറ്റേത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ബിഗ് ബോസിൽ അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റിനെ കൊണ്ടുവരാൻ കാരണം തന്നെ അത് തന്നെയാണ് അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാല് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ബിഗ് ബോസിലൂടെയാണ് കുറച്ചൊക്കെ ഈ നമ്മുടെ അമ്മമാര് അവർക്കൊന്നും അവർ ഈ സോഷ്യൽ മീഡിയയോ അല്ലാതെ ബാക്കിയൊന്നും അവർ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഇതിൽ ഇങ്ങനെയുള്ള LGBTQ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിനെ കൊണ്ടുവരുന്നത് ഇത് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ അവനവന്റെ ഇഷ്ടത്തിന് ജീവിക്കണം അല്ലേ. നമ്മൾ ആരുടെയും ചെലവിലല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റണം. അതിനെ നമുക്ക് അതെന്താണ്, അത് യാതൊരു രീതിയിലും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമല്ല. എനിക്കത് താല്പര്യമില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. അങ്ങനെ വിചാരിച്ച് പോവേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത്. പക്ഷെ നമ്മുടെ ഒരു പൊതുസമൂഹം ഇന്നും അവരെ അംഗീകരിക്കുന്നില്ല അല്ലെ. സ്വന്തം ഉമ്മായും ഉപ്പായും അല്ലെങ്കിൽ അവരുടെ കുടുംബം അവരെ ഒന്ന് കാണാൻ വന്നില്ല. പക്ഷെ അത് വന്നിരുന്നെങ്കിൽ എനിക്ക് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു ആ 2 കുടുംബം ആ ബിഗ് ബോസ് ഹൗസിൽ എൻട്രി ചെയ്തിരുന്നുണ്ടല്ലോ, ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ TRP വന്ന ഒരു മുഹൂർത്തവും ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു മുഹൂർത്തമായിരുന്നു. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ എന്നിട്ട് അവർ വന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴും അംഗീകരിക്കാനുള്ള ഒരു ചിന്തപ്പാട് അത് മാറാത്തതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരെയും നമുക്ക് മാറ്റാൻ പറ്റില്ല. അല്ല, അതിൽ 2 കാര്യങ്ങളുണ്ട്. അച്ഛനും അമ്മയുമാണ്. അവര് അവരുടെ മക്കളെ വളർത്തി
സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നവരായിരിക്കാം. പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് കണ്ടപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം അല്ലെ. അങ്ങനെ നമ്മൾ അവരുടെ ഭാഗത്തുനിന്നും കൂടി നമ്മൾ ചിന്തിക്കണം എന്നുള്ളൊരു അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ എന്റെ അമ്മ എന്നോട് കല്യാണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ആരെങ്കിലും പോയി ചുമ്മാ കെട്ടാൻ പറ്റുമോ? അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, ഞാനാണ് ജീവിക്കാനുള്ളത്. അതുപോലെ അവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. മനസ്സിലായോ? അതാണ് അതിന്റെ പോയിന്റ്. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും ബിഗ് ബോസിന്റെ ഭാഗം തീർച്ചയായിട്ടും അവരെ കൊണ്ടുവരാനെ കൊണ്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. കാര്യം ബിഗ് ബോസിന് അറിയാം ഏറ്റവും കൂടുതൽ. പക്ഷെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ന്യൂറൊക്കെയാണെങ്കിലും ഭയങ്കരമായിട്ട് വീട്ടിലുള്ള ആൾക്കാരെല്ലാം അകത്തോട്ട് വരണം ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും ആദിലയുടെ ഒരു ഗെയിമിന് കുറച്ച് വ്യത്യാസങ്ങൾ വന്നപ്പോഴത്തേക്കിന് പുറത്തുനിന്ന് നമ്മളൊരു പ്രേക്ഷക നില നോക്കുമ്പോഴത്തേക്കിന് അവിടെ ആൾക്കാർ എങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നു, എത്രത്തോളം ഇതാക്കുന്നു നമ്മൾ അത്രത്തോളം അറിയുന്നില്ല. കൂടുതൽ നമ്മൾ എന്തായാലും എപ്പിസോഡിൽ കുറെ കട്ടായിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണോന്ന് അറിയത്തില്ല. ആദിലയുടെ പല ഗെയിമുകളും ആണെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ റിയാസ് സലീം ഒക്കെ അകത്ത് വന്നതിന് ശേഷം ഭയങ്കര നെഗറ്റീവ് ആയിട്ട് വന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പോഴത്തേക്കിന് ഇതുകൂടെ കാണുമ്പോഴത്തേക്കിന് ഓൾറെഡി അവരെ അക്സെപ്റ്റ് ചെയ്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒരു ഇഷ്ടം തോന്നിയാൽ പോലും ഈ ഗെയിം ഒരു നെഗറ്റീവ് രീതിയിൽ വന്നപ്പോഴത്തേക്കിന് ചിലപ്പോൾ ആ ഒരു ഇഷ്ടക്കുറവ് കൂടി അതിന് കാരണമായിട്ടുണ്ടായിരിക്കാം. അല്ല, നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം രണ്ടുപേരോടും. ഇപ്പൊ നിനക്കൊരു മോളുണ്ടായി അല്ലെങ്കിൽ ചേച്ചിക്കൊരു മോളുണ്ടായി, ചേച്ചി സ്ട്രൈറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പോകാൻ അല്ലെങ്കിൽ ഇപ്പോൾ ലെസ്ബിയൻ രീതി അല്ലെങ്കിൽ ഗേ രീതിയിലേക്ക് അവർ മാറുവാണെങ്കിൽ അത് അംഗീകരിക്കും? അംഗീകരിക്കും. നീയോ? ഒരു പ്രശ്നമില്ല. അതിലൊരു ഡൗട്ട് ഉണ്ട്. അതിലെന്താ കൺഫ്യൂഷൻ? നിലപാടാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ വീട്ടില് അല്ലെ നിനക്കൊരു മകൾ ഉണ്ടാവുമ്പോൾ നിനക്കൊരു മകൻ ഉണ്ടാവുമ്പോഴേ പറയുന്നു. പല ആൾക്കാരും പറയുന്നത് എന്റെ ഒരു നിരന്തരമായിട്ട് ചോദ്യം കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ ഇച്ചിരി ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ നമ്മൾക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. അല്ലാതെ നമുക്ക് അതിൽ എതിരഭിപ്രായമില്ല. പക്ഷെ ഇത്തരം കോമാളിത്തരങ്ങൾ ആളുകൾ കാണിക്കുന്നതിനോട് മാത്രമേ പിന്നെ ഞാൻ എല്ലാവർക്കും അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നണമെന്നില്ല. അത് ഹോർമോണലായിട്ടുള്ള, അല്ലാതെ ഇപ്പൊ ഇത് കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്റെ മോനോ മോക്കോ അങ്ങനെ ഒരു സംഭവം തോന്നണമെന്നില്ലല്ലോ. അവര് ഹോർമോണലായിട്ട് അങ്ങനെയുള്ള ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ആ സിനിമ ചെയ്തെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഉള്ള ഒരാളല്ല. ഞാൻ സ്ട്രൈറ്റ് ആണ്. ഞാൻ ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു പെണ്ണിനെ കാണുമ്പോഴല്ല എനിക്ക് അല്ലാതെ ഒരു അട്രാക്ഷൻ തോന്നുന്നത്. എനിക്കൊരു ചെക്കനെ കാണുമ്പോൾ തന്നെയാണ് തോന്നുന്നത്. ഈ തവണയും പലരും ശ്രമം നടത്തി, ലവ് ട്രാക്കിന് വേണ്ടിയുള്ള ഒരു ശ്രമം പലരും നടത്തി. പറ. അനുമോൾ ആരെടുത്ത് നടത്തി? ഞാൻ പറയാം, പ്രവീണായിരിക്കും. പ്രവീണല്ല. ഞാൻ പറയാം, തുടക്ക ദിവസങ്ങളിൽ എപ്പിസോഡുകൾ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, ആര്യനുമായിട്ട് ഒരു ബോണ്ട് ആ രീതിയിൽ പുറത്തോട്ട് അങ്ങനെ ഒരു ഔട്ട് പോകാനെ കൊണ്ട് നല്ല രീതിയിൽ ശ്രമിച്ചിരുന്നു. ആര്യനാണെങ്കിൽ മറ്റേ തലയിൽ ഒരു കവർ വെച്ചൊരു തൊപ്പി കെട്ടിക്കൊടുക്കുക, അങ്ങനത്തെ കുറെ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹൗസ് മേറ്റ്സിന് ഇടയിൽ കൂടെ ഇത്തിരി ശ്രദ്ധ പിടിച്ചു കിട്ടാനെ കൊണ്ട് ആര്യൻ നല്ല പോലെ തേരാപ്പാര നടക്കുന്നുണ്ട്. അപ്പം ശരത്തപ്പനി അക്ബറൊക്കെ തരുന്ന മൈൻഡ് ഒന്നും കാണിക്കേണ്ടത്, മൈൻഡ് കാണിക്കാതെ അങ്ങനെ പോയി. അപ്പം ബിന്നി തന്നെ ഇവിടെ സ്പോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇവർക്കിടയിൽ എന്തോ ഒരു എക്സ്ട്രാ അനുമോളുടെ ഒരു നോട്ടത്തിലും ഭാഗത്തിലൊക്കെ തോന്നുന്നുണ്ടല്ലോ രീതിയിൽ പറഞ്ഞു. അനുമോൾക്ക് പിന്നീട് മനസ്സിലാക്കുന്നു അനുമോളെക്കാൾ ഇത്രയും പ്രായം കുറവുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നേരെ അനുമോൾ കളം മാറ്റി ചവിടുന്നു, പ്രായം ചെറുതല്ലേ എന്നുള്ള രീതിയിൽ മാറ്റി പറയായിരുന്നു പിന്നീട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിന്നിലെ ഉള്ളിന്റെ സദാചാര ബോധം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞാൽ. ഒരിക്കലും ഇതെങ്ങനെ ഞാനും കണ്ട ആളാണ് എപ്പിസോഡ്. എനിക്ക് ഇതുവരെ ആര്യനുമായിട്ട് തോന്നിട്ടുണ്ടോ? അത് ഞാൻ ഒരിക്കലും നീ ഡേർട്ടി മൈൻഡിലേക്ക് പോകുന്നുണ്ടോ? തെറ്റാന്നല്ല പറഞ്ഞത്. തെറ്റെന്ന് പറഞ്ഞാൽ നിനക്ക് പറയാം, ഞാൻ പറയുന്നത് സദാചാരം. പക്ഷെ ഇവിടെ തെറ്റെന്നല്ല പറഞ്ഞത്, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനത് കണ്ടതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. അപ്പൊ അങ്ങനെ അത്തരത്തിലൊരു സ്ട്രാറ്റജി അപ്പൊ അനുമോൾ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ട് നീ അല്ല നിന്റെ ഡേർട്ടി മൈൻഡോട്ടാ നീ അത് കണ്ടത്, നീ ചെകഞ്ഞിരുന്നത്. ഇത് അല്ല, ഇത് എപ്പിസോഡിൽ വന്ന കാര്യമാണോ അതോ ലൈവിലായിരുന്നോ? എപ്പിസോഡിൽ വന്ന കാര്യമാണ്. പക്ഷെ ആരും ജിസയിലുമായിട്ടല്ല കണക്റ്റഡ്, അങ്ങനെയല്ലേ? കണക്ഷൻ അങ്ങനെയല്ലേ? അവിടെ ഒരു കാര്യം, ആദ്യം ആര്യനുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പോ പിടിക്കാൻ നോക്കിയിരുന്നു. അനുമോൾക്ക് ഒരു പ്രശ്നമുണ്ട്. അനുമോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് തനിക്ക് മറ്റൊരാൾ അത് റിലേഷൻ എന്നുള്ള മൈൻഡിനകത്തുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ഒരു പോസിറ്റീവ്നെസ് തോന്നാമല്ലോ. ആ രീതിയിൽ ആരും കുറച്ചുകൂടെ ജിസയിലുമായിട്ട് ബോണ്ട് ആയപ്പോഴത്തേക്കിന് അതെ അനുമോൾക്ക് ഒരു ഇത്തിരി ഒരു ഇതങ്ങോട്ട് ഇഷ്ടപ്പെടായിക. അതെല്ലാം കൊണ്ടാണോ അനുമോൾ ഇത് ഇറക്കിയെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അങ്ങനെയല്ല, അതുകൊണ്ട് അവരുടെ ചുംബന സാധനം ഇറക്കിയത് അതുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഈ ജിസേൽ ആര്യനാണ് കോംബോ
ശ്രമം നടത്തി പരാജയപ്പെട്ടവരെന്നാണ് എനിക്ക് അനുമോള് ശ്രമിച്ചതായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. എനിക്ക് തോന്നിയിട്ടുണ്ട് നിനക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ല ജനങ്ങളിലേക്ക് നമ്മൾ വിട്ടുകൊടുത്തിരിക്കുന്നു. അതായത് ഇവർ രണ്ടുപേർ പറയുന്നു, അത് നമുക്കൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ ഇട്ടേക്കാം. ഇവർ രണ്ടുപേർ പറയുന്നു ആദ്യത്തെ വീക്കുകളിൽ, ആദ്യത്തെ 2 ആഴ്ചകളിൽ അനുമോൾ ആര്യനുമായിട്ട് ഒരു പ്രണയ സ്ട്രാറ്റജിക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തുകയും പരാജയപ്പെടുകയും ചെയ്തതാണ് ചേച്ചിയും പറയുന്നത്, നിഷിവാദിയും പറയുന്നത് അല്ലെ. സ്വാഭാവികമായിട്ടും ആര്യനും ജിസേലും തമ്മിലുള്ള ആള് നമ്മളിപ്പോ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും അത് നമ്മൾ ജനങ്ങളെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ജനങ്ങളിലേക്ക് അതെ ചേച്ചി അല്ല, അത് ചേച്ചിയും കൂടി ക്യാമറയിലേക്ക് നോക്കി ചേച്ചിയും കൂടി പറയണോ? അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തായാലും തോന്നി. അവൻ കണ്ടില്ല എന്ന് തോന്നുന്നു, ചിലപ്പോൾ മിസ് ചെയ്തായിരിക്കും. നിങ്ങൾ എന്തായാലും കണ്ടവരാണല്ലോ, അപ്പൊ നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. ഒരാളോട് അധികമായിട്ട് ഇഷ്ടം തോന്നുന്നതിന്റെ പേരിൽ അത് പറയണോ എന്നുള്ള സംശയം വേണ്ട, പറയാനുള്ള കാര്യം പറയാം. കമന്റ് ബോക്സ് എന്തായിരുന്നാലും നിങ്ങൾക്ക് വിട്ടുതന്നേക്കാം. അപ്പൊ ഇവര് അത് നമുക്ക് ജനങ്ങളിലേക്ക് വിടാം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആര്യനുമായിട്ട് ലവ് ട്രാക്കിന് ശ്രമിച്ചിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഇവർ രണ്ടുപേരും വിശ്വസിക്കുന്നത് ശ്രമിച്ചിട്ടുണ്ടെന്നുമാണ്. ബാക്കി ജനങ്ങൾ തീരുമാനിക്കണം. അപ്പൊ നമുക്ക് ആ ടോപ്പിക്ക് വിട്ടേക്കാം. അപ്പം പക്ഷെ ഇത് പറയണം, ജിസേലും ആര്യനും തമ്മിൽ ലവ് ട്രാക്കിന് ശ്രമിച്ചിട്ടില്ലേ? ഇത് അവര് തമ്മിലുള്ള ലവ് ട്രാക്കിന് ബിഗ് ബോസ് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ, ബിഗ് ബോസിന് ഇപ്പൊ എല്ലാ എപ്പിസോഡിനകത്താണെങ്കിലും അവർക്കൊരു സ്റ്റോറി ലൈൻ ഉണ്ടാവുമല്ലോ. ആ സ്റ്റോറി ലൈനകത്താണെങ്കിലും ഒരു ലവ് ട്രാക്ക് എന്നുള്ള രീതിയിൽ ആര്യനെ ജിസേലിനെ കൊണ്ടിടാനെ കൊണ്ട് മാക്സിമം ബിഗ് ബോസ് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എവിടേക്കോ ഒരു പരാജയം മീൻസ് അത്ര ഇതായിട്ട് ഓക്കെ ഇവര് തമ്മിൽ ലവ് ട്രാക്ക് ആണ് എല്ലാ 100% ആൾക്കാർ. അല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും ചോദിക്കാനുള്ള കാര്യം, അതായത് ബിഗ് ബോസ് ശ്രമിച്ചു എന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ ജിസേൽ ഔട്ടായിരിക്കുകയാണ്, ജിസേൽ പുറത്തായി. അങ്ങനെയാണെങ്കിൽ എന്താ ബിഗ് ബോസ് റേറ്റിംഗിന് വേണ്ടി അയാൾ ആ വ്യക്തിയെ നിലനിർത്തണ്ടേ അവിടെ? അങ്ങനല്ലടോ, ഒരു സ്റ്റോറി ലൈൻ എല്ലാ ദിവസവും അവർക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ ആൾക്കാർ അല്ല, അപ്പൊ ആ സ്റ്റോറി ലൈൻ പിന്നെ അവർക്ക് തുടരണ്ടേ? അത് തുടരണ്ടേ? വർക്കൗട്ട് ആകാത്തത് കൊണ്ട് പുറത്താക്കിയെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെന്താണെങ്കിലും വിശ്വസിക്കുന്നത്? അല്ല, നിങ്ങൾ ബിഗ് ബോസിന്റെ തലക്കോട്ടെ വെച്ചോണ്ട് ഞാൻ ചോദിച്ചാണ്. അങ്ങനല്ല, ആ ഒരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട്. അതേ പറഞ്ഞുള്ളൂ. പക്ഷെ പുറത്തോട്ട് അത്ര വലിയ രീതിയിൽ കാരണം രണ്ടുപേരുടെയും ജിസയിലാണെങ്കിലും ആര്യനാണെങ്കിലും നല്ലൊരു ഗ്യാപ്പ് ഉണ്ടല്ലേ. അപ്പൊ അതുകൊണ്ടിട്ട് അതൊരു ലവ് ട്രാക്ക് ആയിട്ട് പുറത്തേക്ക് അങ്ങനെ നമുക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ നിങ്ങൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ബിഗ് ബോസിന്റെ പ്ലാൻ നടക്കാത്തത് കൊണ്ട് ബിഗ് ബോസ് ജിസേലിനെ പുറത്താക്കി. അത് അൺഫെയർ ആയിട്ടുള്ള അല്ലല്ല ജിസേലിന്റെ ഞാൻ ചോദിക്കട്ടെ അല്ല, നീ ബിഗ് ബോസിന്റെ തലക്ക് വെച്ച് ആദ്യമേ ബിഗ് ബോസിന്റെ തലക്ക് വെച്ച് സ്റ്റോറി ലൈൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ബിഗ് ബോസിനാണെങ്കിലും നമ്മളിവിടെ ഈ ചെയ്യുന്നതിനാണ് നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഇതെങ്ങനെ പോകണം എന്നുള്ള ഒരു ഇതിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഡയറക്ടർക്ക് ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. ആ സ്റ്റോറി ലൈൻ വിജയിക്കാത്തത് കൊണ്ട് ബിഗ് ബോസ് പുറത്താക്കിയതാണോ എന്നാണ് എന്റെ ചോദ്യം. അൺഫെയർ ഇലക്ഷൻ ആണോ? അൺഫെയർ ഇലക്ഷൻ അല്ലെന്ന് തന്നെ പറയുന്നത്. അൺഫെയർ എവിക്ഷൻ ആണ്. അതെന്തുകൊണ്ടാണ് നീ പറയുന്നത്? ജിസേൽ എന്തായാലും ചെയ്തത് എനിക്കറിയത്തില്ല. എന്താ ചെയ്തത് അതിനകത്ത് ജിസേൽ? ഇതിനകത്ത് കുറെ കാര്യം പറയുമ്പോഴത്തേക്കിന് കഴിഞ്ഞ പോയിട്ടുണ്ടായിരുന്ന അഭിലാഷ് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്ന ജിഷിൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. ജിഷിനും തന്റെ വൈഫ് കൂടെ എയർപോർട്ടിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു കുറച്ച് സത്യങ്ങൾ തുറന്നു പറയാനുണ്ട്. അനുമോളുടെ PR-നെ കുറിച്ചായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ബിഗ് ബോസിന് പുറത്ത് ഈ ഒരു വോട്ട് ബാങ്ക് വെച്ച് ഈ PR വെച്ച് നല്ല കളി നടക്കുന്നുണ്ടോ ആ രീതിയിൽ. കാര്യം സാബുമോൻ എന്തുകൊണ്ടാണ് ഇത്രയും വീക്കിൽ നിൽക്കുന്നത്? സാബുമോൻ എന്ത് ചെയ്തിട്ടാണ് ഇത്രയും നിൽക്കുന്നത്? പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല. സാബുമോൻ നിൽക്കുന്ന എന്താണ്? ഓരോ ആൾക്കാരെ അനുമോൾക്കെതിരായിട്ട് നിൽക്കുന്ന പല ആളുകളെ ഇങ്ങോട്ട് താഴോട്ടാക്കുകയും അല്ലെങ്കിൽ ഇപ്പം മെയിനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആര്യനെ പുറത്താക്കാൻ നല്ല രീതിയിൽ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ട്വിസ്റ്റ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനുള്ള ആ ഒരു നെഗറ്റീവ് എല്ലാം മാറി കുറെ ആൾക്കാർ ഇഷ്ടപ്പെടുകയും അതിന്റെ കൂടുതൽ വോട്ടുകൾ വന്നു. PR മാത്രമല്ലോ ഷോ കണ്ടോണ്ടിരിക്കുന്നത്. നിനക്ക് ഇഷ്ടമാണോ? അല്ല, പ്രേക്ഷകർ ആര്യം പറയാം. എടാ, ഞാൻ പറഞ്ഞു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഒരാളായിട്ട് പറയാനെ കൊണ്ട് അവിടെ ഇല്ല. ആരും പറയണ്ട. ആരും ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ള ഞാൻ ചോദിക്കുന്നത്. എടാ, ഓരോ എപ്പിസോഡിനനുസരിച്ചിരിക്കും. ചേച്ചിക്ക് ആരും ഇഷ്ടമാണോ? എനിക്ക് എല്ലാ കണ്ടസ്റ്റന്റിനെയും ഞാൻ പറയാം. എനിക്ക് ആര്യനെ ഇഷ്ടം തോന്നിയിരിക്കുന്ന 2 എപ്പിസോഡുകളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ മസ്താനി എവിക്റ്റായിട്ട് പോയപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അനുമോളാണെങ്കിൽ നമ്മുടെ ബിന്നിയും ന്യൂബിനോട് അവിടെ വന്ന ദിവസമാണെങ്കിൽ അവർ ബെഡിൽ കിടക്കുമ്പോഴത്തേക്കിന് അനുമോള് വന്നിട്ട് ഒരു ഡ്രാമ ഒക്കെ കാണിക്കുന്നുണ്ട്. നെവിന്റെ കൂടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അനുമോള് വന്ന് ഭയങ്കര എന്തോ നെവിനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഈ ആരെ ഈ പറയുന്നേ ഈ അനുമോളെ എന്നിട്ട് അപ്പുറത്ത് ആര്യം പറഞ്ഞിട്ട് എന്ത് പറ്റി അനുമോളെ, സങ്കടം പറ്റുമോ? അവരുടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, സങ്കടം വരുന്നോ, ചോദിക്കണമെന്നുണ്ടോ? ആരും ഇങ്ങനെ നല്ല രീതിയിൽ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതും ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്ന് വെച്ചിട്ട് ആരും ചെയ്ത എല്ലാ കാര്യവും ഇഷ്ടപ്പെട്ടില്ല. അന്ന് മറ്റേ മുട്ട അടിക്കേണ്ട ടാസ്ക് വന്നപ്പം ആരും ചെയ്തേക്കുന്നത് എന്താണ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അന്നാണ് ആരും സത്യം പറഞ്ഞ എക്സ്പോസ്ഡ് ആവുന്നത്. അതുപോലെ ഓരോ ആൾക്കാരുടെ ഇഷ്ടം തോന്നിയ കാര്യങ്ങളുണ്ട്, ഇഷ്ടം തോന്നാത്ത കാര്യങ്ങളുണ്ട്.
ചേച്ചിക്കോ? ചേച്ചിയുടെ എന്താ അഭിപ്രായം ആര്യനെ കുറിച്ചുള്ള? ആര്യന്റെ ഫൈനൽ 5 എത്തുവോ? എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നിനക്കെന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നില്ല. സാധ്യതയുണ്ടോ? കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ആര്യന് കുറച്ച് സപ്പോർട്ടായിട്ട് മാറുന്നുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്നുണ്ട് ആര്യന്റെ കണ്ടന്റുകൾ. ശരിയാ. അല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് ആര്യന്റെ പല കണ്ടന്റുകളും ഇഷ്ടപ്പെടുന്നില്ലാത്ത ആളാ. ആര്യന്റെ എന്ന നല്ല കണ്ടന്റുകൾ ഉണ്ട് എങ്കിൽ പോലും ആര്യൻ ഒരു പക്വത ഇല്ലാത്ത രീതി പെരുമാറുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നെഗറ്റീവ് വന്നിട്ടുള്ള ആൾക്കാർ ഒന്ന് പുച്ഛഭാവം, ഒരുപാട് സംഭവങ്ങൾ. അല്ല, ഒന്ന് പുച്ഛഭാവം ഇങ്ങനെ എന്നെ മോന്തിരിക്കുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നൊരു വളരെ മനോഹരമായ ഫോട്ടോ ഇറങ്ങിയിട്ടുണ്ട്. പണ്ട് അതായത് ചെറുപ്പത്തില് ആര്യന്റെ അമ്മയുമായിട്ട് സെയിം എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടായിരുന്നോ? ഇത് ഇവന്റെ പണ്ട് തൊട്ടേ ഉള്ള ഭാവം എന്നാ പറയുന്നത്. അല്ല, ജനങ്ങൾ പറയുന്ന കാര്യം പറഞ്ഞാ, ജനങ്ങൾ കമന്റിലൂടെയും പോസ്റ്റിലൂടെയും കാണിക്കുന്നത് പണ്ട് തൊട്ടേ ഉള്ള ഭാവം. ആ ഭാവമാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കും, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു സംഭവം ആയിരിക്കും. അങ്ങനെ ആയിരിക്കട്ടെ അല്ലേ? അങ്ങനെ ആയിരിക്കട്ടെ. നമ്മളൊരു ഒരാളെ തേജോ അപ്പം അങ്ങനെ തന്നെ പോകുമ്പോ നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം, ലക്ഷ്മി ഫൈനൽ 5 എത്തുമോ? എനിക്ക് എനിക്കൊരു 3-4 പേര് കൺഫേം ആയിട്ട്. അല്ല, നമുക്ക് അതന്നെ പറയാം. നിന്റെ ടോപ്പ് 5 ആരായിരിക്കും? എന്റെ ടോപ്പ് 5 ഒന്ന് അനുമോള്. ഇത് എനിക്ക് ഇഷ്ടം തോന്നിയ കണ്ടസ്റ്റൻസ് എന്നുള്ളതല്ല പറഞ്ഞ, പുറത്തെ വോട്ട് ബാങ്ക് വെച്ച് പറയാം. നീ അനുമോള് പറഞ്ഞല്ലോ. അനുമോൾ എന്നെ കപ്പും. അനുമോൾക്ക് ഒരു കപ്പ് എന്നുള്ള രീതിയിലാണ് ഷോ പൊക്കോണ്ടിരിക്കുന്നത്. അല്ല, അതെന്താ നല്ല കണ്ടന്റ് കൊടുക്കുന്ന ആളെ കാണിക്കും, അതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയോ, ഈ സീസണിൽ അനുമോളല്ല വേറെ ആരും കപ്പടിക്കും. അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. 100% ഉറപ്പിച്ചു പറയാം. ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ഇതുപോലെ ഒരു ബിബി കഫേയിൽ ഇരിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, അപ്പൊ അനുമോൾ കപ്പടിച്ചതുകൊണ്ട് നീ പറഞ്ഞത് സാധൂകരിക്കപ്പെടുവോ? എങ്ങനെ? അനുമോൾ എന്ന് പറയുന്ന വ്യക്തി, അല്ല ഞാൻ പൂർത്തീകരിക്കട്ടെ. അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിന് വേണ്ട രീതിയിലുള്ള കണ്ടന്റുകൾ കൊടുത്ത് കൃത്യമായിട്ട് പ്രേക്ഷക മനസ്സിലേക്ക് ഇടം നേടിയതുകൊണ്ട് വിജയിച്ചു. എന്റെ പൊന്നു ശിവനെ, കരച്ചിൽ നാടകങ്ങളും ഇത്രയും കാര്യങ്ങൾ ചെയ്യും. അപ്പൊ എങ്ങനെയാ വോട്ട് കിട്ടുന്നത്? നീ തന്നെ പറഞ്ഞു, ഏറ്റവും PR കൊണ്ട് മാത്രം ഒരാൾക്ക് വിജയിക്കാൻ പറ്റുമോ? PR കൊണ്ട് മാത്രമല്ല, അനുമോളെ ഇഷ്ടപ്പെടുന്ന ജെന്യൂൻ ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. പക്ഷെ അന്തം ഫാൻസും ഉണ്ട്, PR-ഉം ഉണ്ട്. നമ്മൾ പുറമെ ഒരു പ്രേക്ഷകനെ നോക്കുകയാണ്. ഞാൻ പറയാം. ഇപ്പൊ ഇതിനകത്ത് ഇപ്പം ഞാനും ചേച്ചി, ഇപ്പൊ ഞങ്ങളൊരു ടീം അല്ലെങ്കിൽ നമ്മൾ 2 ടീമായിട്ട് ചേച്ചിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു. ചേച്ചി പലപ്പോഴും നിസ്സഹായ അവസ്ഥയായി പോകുന്നു, പലപ്പോഴും കരച്ചിൽ നാടകങ്ങൾ കാണിക്കുന്നു എന്നുള്ളതിലോട്ട് ചേച്ചി അങ്ങനെ കാണിച്ചതല്ല കേട്ടോ. അങ്ങനെ ആ ഒരു രീതിയിലോട്ട് മാറുമ്പോ പുറമേ നിന്ന് ഒരാൾ നോക്കുമ്പോഴത്തേക്കിന് അയ്യോ പാവം, ആ ഒരു സഹതാപം കാര്യം തോന്നുന്നു. ഇത് പ്ലാച്ചിനെ എടുത്ത് പുറത്തോട്ട് എറിയുന്നു, കണ്ടന്റായ എടുത്ത് തിരിച്ചു കൊടുക്കുന്നു, കണ്ടന്റായ അനുമോളുടെ ആ സങ്കടങ്ങള്. കഴിഞ്ഞ ദിവസം ഫാമിലി വീക്ക് വന്നപ്പം എല്ലാ ആൾക്കാരെ ആണെങ്കിലും ഫാമിലിനെ കാണിച്ചിട്ടാണ് ടാസ്ക് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. പക്ഷെ അനുമോളെ മാത്രം ആ ഒരു നിമിഷം കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനുമോളെ ആണെങ്കിൽ നേരെ ടാസ്ക് ചെയ്യാൻ വിളിച്ചു. അവിടെ നോക്കുമ്പോൾ എന്താണ്, അയ്യോ പാവം അനുമോളുടെ അടുത്ത് ഇങ്ങനെ ചെയ്ത് മോശമായി പോയില്ലേ എന്ന് ആൾക്കാർ ചിന്തിക്കും. അവിടെ എന്താണ്, സഹതാപം വർക്കൗട്ട് ആവും. ആ സാധനമാണ് അനുമോളുടെ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്, അകത്തെ ഗെയിമും പുറത്തെ ഗെയിമും. ഞാൻ അപ്പോഴും നിന്നോട് ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ഞാൻ ചോദിക്കുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ട് പിന്നെ രണ്ടുപേരോട് ചോദിക്കാം. അതേപോലെ തന്നെ ആണെങ്കിൽ അനുമോളുമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള എന്താണെന്നുള്ള നമുക്കറിയില്ല. പക്ഷെ അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന മുൻകാലങ്ങളിൽ അത്രയും സുഹൃത്തായിരുന്ന ജീവനെ പോലും അതിനകത്തോട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അതൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാത്രമല്ല എന്നുള്ളത് ചോറിടുന്നവന് മനസ്സിലാവും. അതേ ഉള്ളൂ, അല്ലാതെ അതിന്റെ അങ്ങനെ എടാ ഞാൻ പറഞ്ഞത് അതിനു വേണ്ടിട്ട് അതേ ഉള്ളൂ, അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ അതിനെ. അതിപ്പോ ഞാൻ അങ്ങനെയാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞാണ് അതിന്റെ കറക്റ്റ് റീസൺ. അതായത് അവിടെ അനുമോൾ ചെയ്യുന്നതൊക്കെ നീ പറയുന്നത് കേട്ടാ എന്തെങ്ങനെ തോന്നുന്നറിയാമോ? അനുമോൾ ഇനിയിപ്പം അനുമോൾ കപ്പടിച്ചാൽ പോലും ഇവനെ പോലെ നീ അനീഷ്മാനാ. സത്യം പറ, ഒരിക്കലുമല്ല അനീഷ്മാനാ, ഒരിക്കലുമല്ല. ഞാൻ ഒരാളുടെ ഫാനല്ല. ഞാൻ അങ്ങനെ ആണെങ്കിൽ എനിക്ക് പറയാൻ ഒരു മടിയില്ല. ഞാനതിനെ പേടിക്കേണ്ട കാര്യം എന്താണ്? എനിക്കൊരു മടിയില്ല. ഞാൻ ഫാൻ എന്നുള്ള കാര്യമാണ്. നീ ഇപ്പൊ ജീവന്റെ കേസ് പറഞ്ഞില്ലേ, നീ പറയുന്നത് കേട്ടാ തോന്നുന്നത് എന്താണെന്നറിയാം? സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, ഇവൻ പറയുന്നത് കേട്ടാ എനിക്ക് തോന്നുന്നത് ജീവനെ അവര് ഈ സീരിയലിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിലേക്ക് നായകനായിട്ട് വെച്ചാൽ ഈ ബിഗ് ബോസിലോട്ട് കൊണ്ടുവരാനുള്ള രീതിയിലാണ്. പിന്നെ നീ എന്താ പറഞ്ഞത്? എനിക്ക് പക്ഷെ പൂർണ്ണമായിട്ട് പറയാൻ സമ്മതിക്കണം. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ നമ്മുടെ ഒരു ചൊല്ലുണ്ടല്ലോ, എന്താ കാക്കയുടെ മുൻകുഞ്ഞ് അല്ല, കാക്കയുടെ വിശപ്പും മാറും പശുവിന്റെ കടിയും മാറും എന്ന് പറയുന്നത് പോലെ തന്നെ സംഭവം അങ്ങനെ ഒരു ഓർഗാനിക് ആയിട്ട് വന്നേക്കുന്ന ഒരു സംഭവമാണ്. ബിഗ് ബോസിനാണെങ്കിൽ അത് തന്നെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നേക്കുന്നതാണ്. ബിഗ് ബോസ് നോക്കുമ്പോൾ എന്താണ്, ഇവിടെ അനുമോളും ജീവനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. സംവാദൂടെ വർക്ക്ഔട്ട് ആവും. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, അല്ല, 2 പേര് തമ്മിൽ പ്രശ്നമുള്ള ഒരാളെ കയറ്റി വിടുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് അപ്പുറത്തെ ആൾക്ക് നെഗറ്റീവ് അല്ലേ ആവുള്ളൂ. എങ്ങനെ? അപ്പൊ എങ്ങനെയാ അത്? അതായത് ഞാനും നീ തമ്മിൽ പ്രശ്നമാണ്. ഞാൻ പറയട്ടെ, ഞാനും നീ തമ്മിൽ പ്രശ്നമാണ്. എന്നെ ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ബിഗ് ബോസിലേക്ക് നീ ബിഗ് ബോസിൽ നിൽക്കുക, നിന്നെ കയറ്റി വിട്ടാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ 2 പേരും മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ
ഈ പാവോ. പക്ഷെ അത് പക്ഷെ അത് നിനക്ക് ഗുണം ചെയ്യുമോ? പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കുമോ? അതെങ്ങനെയാ ഗുണം ചെയ്യുന്നത്? ഗുണം മാത്രമൊന്നുമല്ല, അത് രണ്ട് രീതിയിലും ഗുണവും ചെയ്യും, പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ്. അതെ, അനുമോൾ അത്രയും കരഞ്ഞു കാണിച്ചിട്ട് നേരെ അതിനടുത്ത് പോയി പറഞ്ഞു എന്റെ ജീവിതം പോലും നശിപ്പിച്ച ഒരുത്തനാണെന്നാണ് പറഞ്ഞത്. അത് എന്താ കാര്യം? പക്ഷെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് അത്രയും വലിയൊരു കാര്യം തന്നെ അനുമോൾ പറഞ്ഞു. അനീഷ് ചെയ്ത വളരെ കോൺട്രവേഴ്സി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു കണ്ടന്റ് പറ. അനീഷിന് PR ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ? അപ്പൊ പിന്നെ എന്തിനാ ഈ PR-നെ വെച്ച് നീ അനുമോളുടെ തട്ടിന് താത്തുകയും പൊക്കുകയും ചെയ്യുന്നത്? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അനീഷും അനുമോളും രണ്ട് തട്ടിൽ നിന്നാൽ അനുമോളുടെ തട്ട് ഒരുപാട് പൊങ്ങുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു അനുമോളുടെ PR എതിരെ എന്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അനുമോളുടെ PR ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ മോശമാക്കാനെ കൊണ്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ് ആ PR ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞത്. എന്തിനാണ് ഫെയർ ഗെയിം കളിച്ച പോലെ പുറത്താണെങ്കിലും അകത്താണെങ്കിലും അത് ചെയ്യാത്ത പോലെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ അനീഷിന്റെ ഗെയിം എങ്ങനെ നല്ലതായിട്ട് തോന്നുന്നു? അനീഷ് ഞാൻ ക്രൂക്കഡ് ആയിട്ട് കളിക്കുന്ന ആളാന്ന് പറഞ്ഞാൽ, അതായത് 5 വർഷം സർക്കാർ ജോലി പോലും മാറ്റിവെച്ച് വന്ന ആളെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ചിട്ട് വന്ന ആളാണ്. ഇവിടെ ഞാൻ അനീഷിന്റെ ഗെയിം എല്ലാം അടിപൊളിയാണെന്ന് ഞാൻ പറയത്തില്ല. കാര്യം അനീഷിന്റെ പല അനീഷ് എന്ത് ഗെയിമാ ചെയ്തെന്ന് ഒന്ന് പറയടാ. ഞാൻ പറയാം. അനീഷ് കളിച്ചിരിക്കുന്ന പല ഗെയിമുകളും ഒരു ഗെയിം പറയാം. എടാ ഇത്രയും ദിവസങ്ങൾ അനീഷ് ഇനിയിപ്പോ തുടക്കം തുടങ്ങുള്ള ഞാൻ ഇനി ഓർത്തെടുക്കണം. ഓർത്താൽ പോലും നിനക്ക് കിട്ടാനുള്ള ഇല്ല എന്ന് അനുമോളുടെ 16 ഞാൻ പറയാം. എന്നോട് ചോദിക്കും. അനുമോളുടെ ഒന്നാന്തരം ഗെയിം അല്ലായിരുന്നോ ഈ അവളുടെ ചുംബനം കാണിച്ചു കൊടുത്ത ഒന്നാന്തരം കോൺട്രവേഴ്സി അല്ലായിരുന്നോ? ഗെയിം എത്ര കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടത്. രജിത് കുമാർ പണ്ട് കാണിച്ചു പോയേക്കുന്ന ഒരു സാധനം അത് ഓർഗാനിക് ആയിട്ട് വന്നു പോയതാണ്. എടാ പണ്ട് ഒരാൾ കാണിച്ചാണെങ്കിൽ കാണിച്ചതായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ ആ സാധനം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ, കാര്യം പറയാം, ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? ക്രിഞ്ച് അടിച്ചിട്ടുണ്ടല്ലോ. എനിക്കാണെങ്കിൽ തോലി ഒഴിഞ്ഞു പോയിരുന്നു ഈ പ്ലാറ്റിയുടെ. മറ്റേ കുഞ്ഞിനെ പോലെ പൊതിയുന്നു എന്റെ പ്ലാറ്റി. എന്തുവാണ് സംഗതി ശരിയാ. പക്ഷെ സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള കൃത്യമായിട്ട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടായി വോട്ട് കിട്ടുന്നത്. അല്ല PR വർക്ക് കൊണ്ട് മാത്രം ഒരാൾ ജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഞാൻ നിന്നോട് കാര്യം പറയട്ടെ. നിനക്ക് ഈ അനുമോൾ വിരുദ്ധത നിനക്ക് ഭയങ്കരമായിട്ട് നിന്റെ ഈ തലയിൽ എനിക്ക് അനീഷ് വിരുദ്ധതയില്ല കേട്ടോ. എനിക്ക് അനീഷ് ഇഷ്ടമൊക്കെ തന്നെ. പക്ഷെ അനീഷ് വേഴ്സസ് ഞാൻ പറയാം, നിന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് വേറെ ഞാൻ ഇറങ്ങി പോകുന്നത് സംഭവിക്കാൻ പോകുന്നതാ. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ചേച്ചിനെ കൊണ്ട് ചേച്ചി ഇത് കേൾക്കണം. നമ്മൾ എന്തൊരു പറഞ്ഞു എന്ത് കേൾക്കണ പറഞ്ഞു. അനിമോള് നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും. അനിമോളുടെ അവിടെ നല്ലതെന്ന് പറയാൻ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ അനീഷിനെയോ അനുമോളിനെയോ രണ്ടുപേരെയും ഞാൻ കൂടുതൽ സ്നേഹിക്കുകയോ പക്ഷെ അനുമോൾ വേഴ്സസ് അനീഷ് എന്ന് പറഞ്ഞാൽ അനുമോൾ തന്നെയാണ് ബിഗ് ബോസിന്റെ വിന്നറാകാൻ യോഗ്യത എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ജനങ്ങൾ സാമാന്യം ബോധത്തോടെ ജനങ്ങൾ കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നതല്ലേ വിജയിക്കേണ്ടത്. ചേച്ചി സത്യം എന്തോട് പറയാം. കണ്ടന്റ് മാത്രമല്ലോ വോട്ടർക്ക് കൊടുക്കുന്നതല്ല, കണ്ടന്റ് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ അങ്ങനൊരു കാര്യം ചെയ്യും. നിങ്ങൾ രണ്ടും കൂടെ സംസാരിക്കും. ഞാൻ ഇവിടെ ഇരിക്കുന്നു. പിന്നെന്തിനാ അല്ലല്ല ചേച്ചി ഞാൻ സീരിയസ് ആയിട്ട് ചേച്ചി ഉത്തരം പറയണം. കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത് അനുമോളാണോ അനീഷാണോ? ക്യാമറ ഒന്ന് നോക്കി പറയണം. ചേച്ചി ഏറി പോകാൻ നോക്കിക്കോ. അനുമോളാണോ അനീഷാണോ കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത്? അല്ല എന്നിട്ട് വന്നിട്ട് ഇരിക്കുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ ഞാൻ പോവാം. നീ തന്നെ ചിന്തിര്. അനുമോളാണോ അനീഷാണോ? സത്യസന്ധമായിട്ട് പറ. അനുമോള് കൊടുക്കുന്നില്ലെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. പിന്നെന്താ പ്രശ്നം? അനുമോളും കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, അനീഷും കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. പല ആളുകൾ ആരാണ് കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത്, കൂടുതൽ ജനപ്രീതി നേടിയത് വരെ ഇവർ രണ്ടുപേരില്ലേ? കൂടുതൽ കണ്ടന്റ് അനുമോളും അനീഷിനെ വെച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ അനുമോളാണോ അനീഷാണോ. എനിക്ക് ഇത്ര സംസാരിക്കാണോ? ഞാൻ പോവാണ്. എന്തോ ചേച്ചി പറയേണ്ടുന്നത്. കാര്യമായിട്ട് കാര്യം പറഞ്ഞപ്പോ ഉത്തരം പൊട്ടി പോയി കഴിഞ്ഞപ്പോ ആൾക്കാർ